അതുപോലെ തന്നെ ജിഎം ഹോപ്കിൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു ലിറ്റററി സ്റ്റൈലാണ്. ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്വേത. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ദാറ്റ് ഈസ് ഹോട്ട് ടോപ്പിക്സ് ഓഫ് HSST ഇംഗ്ലീഷ്. അപ്പം ഇംഗ്ലീഷിൽ മാസ്റ്റേഴ്സും നെറ്റും PhDയും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഈ HSST ഇംഗ്ലീഷ് എക്സാം എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്നതിൽ സംശയമില്ല. നിങ്ങളിത് ആദ്യം മുതൽ അവസാനം വരെ കാണും എന്നുള്ള വിശ്വാസത്തോടെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്കറിയാം, HSC ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് HSST ഇംഗ്ലീഷിൻ്റെത്. സോ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്, അല്ലേ? സോ നമുക്കറിയാം, കൊളേജിയേറ്റിന്റെ ആ സിലബസിന്റെ അതേ പാറ്റേണിൽ വന്ന ഒരു സിലബസ് ആയിരുന്നു നമ്മുടെ HSST ഇംഗ്ലീഷിൻ്റെത്. കഴിഞ്ഞ തവണ നടത്തിയ എക്സാം, ആ ഒരൊറ്റ എക്സാം ആണ് ആ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ട് നടത്തിയിട്ടുള്ളത് PSC. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാനിവിടെ അനലൈസ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ച ഒരു കോമൺ പാറ്റേൺ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഏത് ഭാഗത്ത് നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഏതൊക്കെയാണ് ടോപ്പിക്സ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നൽകുന്നതായിരിക്കും. ഓക്കെ, so without any delay, let's start the session and I'm here, Shweta, along with you. സോ ആദ്യം ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ആ ഒരു കഴിഞ്ഞ HSST എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഏതൊക്കെ ജനറൽ ആയിട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് എത്ര ശതമാനത്തോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ 40% of questions focus on major poets, that is Yeats, Hopkins, Donne, Wordsworth and Shelley. അപ്പൊ 40% ചോദ്യങ്ങൾ ഏതിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു? മേജർ പോയറ്റ്സ് ആൻഡ് പോയട്രി. അപ്പൊ മേജർ പോയറ്റ്സ് നമുക്കറിയാം, യേറ്റ്സ്, WB യേറ്റ്സിനെ പോലെയുള്ള, GM ഹോപ്കിൻസിനെ പോലെയുള്ള, ജോൺ ഡൺ, വില്യം വേർഡ്സ്വർത്ത്, ഷെല്ലി, അല്ലെ? അപ്പൊ ഇവരുടെ സിഗ്നേച്ചർ പോംസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതലായും ആ ഒരു ചോദ്യ പേപ്പറിൽ കണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. 40% ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ്. അപ്പം മേജർ പോയറ്റ്സിന്റെ സിഗ്നേച്ചർ പോയട്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി 25% ചോദ്യങ്ങൾ cover prose writers and novelists. ഇപ്പൊ ചോസർ, ഓസ്റ്റൻ, ജോസഫ് കോൺറാഡ്, ജെയിംസ് ജോയ്സ് പോലെയുള്ള റൈറ്റേഴ്സിന്റെ പ്രോസ് റൈറ്റേഴ്സും നോവലിസ്റ്റുകളും അവരുടെ നോവൽസും പ്രോസ് റൈറ്റിംഗ്സും അതിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. 25% ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നത്. അപ്പം ഏകദേശം 1/4 ഭാഗത്തോളം ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസ് റൈറ്റേഴ്സും നോവലിസ്റ്റും അവരുടെ റൈറ്റിംഗ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെയോ 15% ചോദ്യങ്ങൾ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സോ ഏലിയറ്റിന്റെ നമുക്കറിയാം അല്ലേ, ഏലിയറ്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് എന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് മോഡേണിസം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കൾച്ചറൽ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഏലിയറ്റിന്റെ ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് പോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ആ ഒരു റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പോസ്റ്റ് മോഡേണിസം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം പോസ്റ്റ് മോഡേണിസം പോലെയുള്ള മൂവ്മെന്റ്സ് ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള മൂവ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. കൾച്ചറൽ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഈ ഒരു ഭാഗവും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ് എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാം. പിന്നെയോ 12% ചോദ്യങ്ങൾ അമേരിക്കൻ ലിറ്ററേച്ചറിൽ നിന്നായിരുന്നു. ഇപ്പൊ മില്ലർ, ഹെമിംഗ്വേ, മോറിസൺ നമുക്കറിയാം മില്ലറുടെ ഏതാണ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ഹെമിംഗ്വേയുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, ടോണി മോറിസന്റെ ഏതാണ് ദ ബ്ലൂവസ്റ്റ് ഐ പോലെയുള്ള വർക്ക്സ് ചെയ്യുന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്.
അതുപോലെ ബാക്കി 8% ചോദ്യങ്ങൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അതുപോലെ കണ്ടംപററി ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു. ഓക്കെ, അപ്പം ഇതാണ് ഒരു ജനറൽ ആയിട്ടുള്ള സ്പ്ലിറ്റ് അപ്പ് വെൻ ഇറ്റ് കംസ് ടു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജനറൽ സ്പ്ലിറ്റ് അപ്പ് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാവുന്നതാണ് ഈ ഒരു കാര്യം. സോ ഇവിടെ നിന്ന് നമുക്ക് മെയിൻ ആയിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളത് മേജർ പോയറ്റ്സ് ആൻഡ് പോയട്രി എന്ന് പറയുന്ന വളരെയധികം ഫോക്കസ് കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ പ്രോസ് റൈറ്റേഴ്സ് ആൻഡ് നോവലിസ്റ്റ്. ഓക്കെ, അതുപോലെ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറിക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ആ ഒരു ഭാഗവും വ്യക്തമായും കൃത്യമായും നമ്മൾ പഠിച്ചെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഞാൻ 10 ഹോട്ട് ടോപ്പിക്സ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് അത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രയോറിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് മേജർ പോയറ്റ്സ് ആൻഡ് ദെയർ സിഗ്നേച്ചർ വർക്ക്സ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ WB യേറ്റ്സിന്റെ ദ സെക്കൻഡ് കമ്മിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതില് ഈ വൈറ്റനിങ് ഗയർ എന്ന് പറയുന്നത് നമുക്കറിയാം ദ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന ആ ഒരു പോമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്, ഒരു കീ സിമ്പിൾ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒന്നാണ് ദ വൈറ്റനിങ് ഗയർ. അല്ലെ, എന്തിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്? ദ ഫോളിങ് അപ്പാർട്ട് ഓഫ് ദ ഓൾഡ് സിസ്റ്റം. അല്ലെ, ഓൾഡ് സിസ്റ്റത്തിന്റെ ആ ഒരു ഫോളിങ് അപ്പാർട്ട്, തിങ്സ് ഫോൾ അപ്പാർട്ട് ബൈ ചിന്നു അച്ചബെ നമുക്കറിയാം. അല്ലെ, അപ്പം ആ ഒരു ഓൾഡ് സിസ്റ്റത്തിന്റെ ആ ഒരു ഡിസിൻറ്റിഗ്രേഷനെ കാണിക്കാനായിട്ട് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കീ സിമ്പിൾ ആണ് വൈറ്റനിങ് ഗയർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു പോം റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നമുക്ക് അറിയണം. അല്ലെ, ഇറ്റ് ഇസ് റിട്ടൺ പോസ്റ്റ് വേൾഡ് വാർ വണ്ണിന് ശേഷം. അല്ലെ, ആ ഒരു ലൈക്ക് ഐറിഷ് ഹിവൽ വരുന്ന സമയത്തൊക്കെ ഓക്കെ അവിടെ ഉണ്ടാകുന്ന കയോട്ടിക് ആയിട്ടുള്ള ഒരവസ്ഥ, അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ, ഇതിനെയൊക്കെ കാണിക്കുന്നതിനായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡ് കമ്മിങ്ങിൽ വരുന്ന തീംസിൽ പെടുന്നതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പം ഐറിഷ് അപ്ഹീവൽ വരുന്ന സമയത്ത് വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ഉണ്ടായിരുന്ന ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കയോട്ടിക് ആയിട്ടുള്ള ഓർഡർ, അല്ലെ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിനെയൊക്കെ കാണിക്കുന്നതിനായിട്ട് ലൈക്ക് നമുക്ക് ഈ ദ സെക്കൻഡ് കമ്മിങ് എന്നുള്ള ഒരു ഫോം എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ പറയുന്ന എലമെന്റ്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പം എക്സാമിന്റെ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ എന്തൊക്കെയാണ് ഒരു ഫോം എടുക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ WB യേറ്റ്സിന്റെ തന്നെ സെക്കൻഡ് കമ്മിങ് എന്നുള്ള ഫോം എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തിനെയൊക്കെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വി മസ്റ്റ് ഫോക്കസ് ഓൺ ദ സിംബോളിസം. എന്തൊക്കെ സിമ്പിൾസ് ആണ് WB യേറ്റ്സ് അദ്ദേഹത്തിന്റെ പോംസിൽ യൂസ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. വിൻഡോ ഓവറിലൊക്കെ നമുക്ക് കാണാം, ഹോപ്കിൻസിന്റെ വിൻഡോ ഓവർ ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്ത് സിംബോളിസം ആണ് വരുന്നത്? അത് ഏത് പോം ആയിക്കോട്ടെ, ഏത് പോയിട്ട് ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള പോമില് വരുന്ന സിംബോളിസംസ് ഏതൊക്കെ, അതിന്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊരു പോമാണ് നമ്മൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടി അതിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്ത്, അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ത് എന്നുള്ളത് നമുക്കറിയണം. അതുപോലെ നമുക്കിവിടെ അപ്പോക്കാലിപ്റ്റിക് ഇമാജറി കാണാനായിട്ട് സാധിക്കും. മേജറീസ് എടുക്കുന്ന സമയത്ത് അപ്പോക്കാലിപ്റ്റിക് ഇമേജറി വരുന്ന ഒരു പോമാണ് സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജറീസ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഫോർ എക്സാമ്പിൾ ലൈക്ക് റോബർട്ട് ബേൺസിന്റെ റെഡ് റോസ്, അല്ലെ, ആ ഒരു പോമിൽ നമുക്ക് ആ ഗ്ലാസിന്റെ ഇമേജറി കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജറീസ് യൂസ് ചെയ്ത പോമാണോ അത്? എന്താണ് അതിനെ സിഗ്നിഫൈ ചെയ്യുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് വേണം നമ്മളൊരു പോമിനെ സമീപിക്കാനായിട്ട് എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതുപോലെ GM ഹോപ്കിൻസ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന റൈറ്റർ ആണ്. GM ഹോപ്കിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ഓക്കെ നമുക്ക് കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ ലൈക്ക് അതായത് അദ്ദേഹത്തിന്റെ വർക്ക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യം പൈറ്റ് ബ്യൂട്ടി എന്നുള്ള പോമിന്റെ ആദ്യ ലൈൻസ്, ഓപ്പണിംഗ് ലൈൻസ് അവർ തന്നു. എന്നിട്ട് ഇത് ഏത് പോമിന്റെ ഓപ്പണിംഗ് ലൈൻസ് ആണ് എന്നുള്ള രീതിക്കുള്ള ചോദ്യമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ ദ ആൻസർ വാസ് പൈറ്റ് ബ്യൂട്ടി. ഓക്കെ, അപ്പം ഇതുപോലെ പോംസിന്റെ ഓപ്പണിംഗ് ലൈൻസ് തന്നിട്ട് അല്ലെങ്കിൽ ക്ലോസിംഗ് ലൈൻസ് തന്നിട്ട് ഏത് പോമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് വിൻഡോവർ, അല്ലെ, ഗോഡ്സ് ഗ്രാൻഡർ. ഓക്കെ, അപ്പം
ഈ പറയുന്ന പോംസ്, 2 പോംസ് അല്ലെ, ഏത് പോം എടുത്താലും നേച്ചർ പോയട്രി ആണ് വിത്ത് റിലീജിയസ് അണ്ടർടോൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പെരിഫറൽ ആയിട്ട് വായിച്ചു പോകുന്ന സമയത്ത് നമുക്ക് തോന്നും അതൊരു നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പോയട്രി ആണെന്ന്. പക്ഷേ അതിൽ റിലീജിയസ് അണ്ടർടോൺസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വായിക്കുന്ന സമയത്ത് അതിന്റെ സിംബോളിക്കൽ റെപ്രസെന്റേഷൻ ആണെങ്കിലും അലഗറിക്കൽ യൂസേജ് ആണെങ്കിലും ഒക്കെ നമുക്കതിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജിഎം ഹോപ്കിൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു ലിറ്റററി സ്റ്റൈലാണ് സ്പ്രങ് റിതം എന്ന് പറയുന്നത്. ഓക്കെ, സ്പ്രങ് റിതം അതിൽ കോമൺ മീറ്റർ ആയിരിക്കില്ല ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് സിലബിളിൽ മാത്രം സ്ട്രെസ് ചെയ്ത് പോകുന്ന രീതിക്കുള്ള ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് സ്റ്റൈലാണ് സ്പ്രങ് റിതം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജിന്റെ യൂസേജ്, അദ്ദേഹം യൂസ് ചെയ്ത കത്തോലിക് മിസ്റ്റിസിസം റിലേറ്റഡ് ആയിട്ടുള്ള തീംസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു റൈറ്ററെ നമ്മൾ പഠിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ യുണീക്ക് ആക്കുന്ന എലിമെന്റ്സ് എന്തൊക്കെ എന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കാൻ വേണം. നമുക്കറിയണം എന്താണ് സ്പ്രങ് റിതം, അതെങ്ങനെയാണ് ജിഎം ഹോപ്കിൻസുമായിട്ട് റിലേറ്റഡ് ആവുന്നത്. ഓക്കെ, എന്താണ് പയറ്റ് ബ്യൂട്ടി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പെരിഫറൽ ആയിട്ട് പഠിച്ചു പോവാതെ ഡീറ്റെയിൽ ആയി തന്നെ പഠിച്ചു പോവേണ്ടത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ചോദ്യം ആൻഡ്രൂ മാർവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ടു ഹിസ് കോയ് മിസ്ട്രസ് എന്നുള്ള പോം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ലൈനാണ് എന്ത്, ദ ഗ്രേവ്സ് ആർ ഫൈൻ ആൻഡ് പ്രൈവറ്റ് പ്ലേസ് ബട്ട് നൺ ഐ തിങ്ക് ഡു ദെയർ എംബ്രേസ്. അല്ലെ, ഗ്രേവ് എന്ന് പറയുന്നത് വളരെ ഫൈൻ ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെ, മറ്റൊരാൾക്ക് ലൈക്ക് എത്തി നോക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു പ്ലേസ് ആണ് ഏത്, ഗ്രേവ് അല്ലെ. പക്ഷെ നൺ ഐ തിങ്ക് ഡു ദെയർ എംബ്രേസ്, ആരും തന്നെ അവിടെ എന്ത് ചെയ്യുന്നില്ല, നോബഡി ഈസ് എംബ്രേസിങ് ദെയർ അല്ലെ, നോബഡി ഈസ് മേക്കിംഗ് ലവ് ഓവർ ദെയർ ബിക്കോസ് ഡെത്ത് ഈസ് അൾട്ടിമേറ്റ് അല്ലെ. അപ്പോൾ ഡെത്തിന് ശേഷം നമുക്ക് യാതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ, വി കനോട്ട് മേക്ക് ലവ് ആഫ്റ്റർ ഡെത്ത്, സോ ഇറ്റ് ഈസ് ടൈം ഫോർ us beloveds. ഓക്കെ, അപ്പോൾ അവിടെ ഈ ഒരു പോംബില് ഓക്കെ ലവർ ലേഡി ലവിനോട് പറയുവാണ്. ഓക്കെ, എന്താ പറയുന്നത്, ഗ്രേവില് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെങ്കിൽ കൂടി നോബഡി കുഡ് എംബ്രേസ് അല്ലെ, നോബഡി കൻ എംബ്രേസ്. അപ്പൊ അതുകൊണ്ട് തന്നെ സീസ് ദിസ് പെർട്ടിക്കുലർ മൊമെന്റ്, ഓക്കെ, മേക്ക് ലവ് ടു മീ റൈറ്റ് നൗ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, വൈ ആർ യു ബിക്കമിങ് ലൈക്ക് ഷൈ എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാർപ്പേഡിയം ആണ് ഇവിടുത്തെ തീമായിട്ട് വരുന്നത്. മെയിൻ തീം എന്ന് പറയുന്നത് കാർപ്പേഡിയം ആണ്. നിങ്ങൾക്കറിയാം, ഇറ്റ് സിംപ്ലി മീൻസ് സീസ് ദ ഡേ, സീസ് ദ മൊമെന്റ് എന്നുള്ളതാണ് അല്ലെ. അപ്പം നമ്മുടെ ലൈക്ക് ലൈഫ് എന്ന് പറയുന്നത് വളരെ നൈമിഷികമാണ് അല്ലെ. അപ്പോൾ ഇപ്പോഴത്തെ ഈ മൊമെന്റ് എൻജോയ് ചെയ്യൂ, മറ്റൊരു നിമിഷത്തേക്ക് വേണ്ടി കാത്തു നിൽക്കരുത് എന്നുള്ളതാണ് ഇവിടെ മെയിൻ തീമായിട്ട് വരുന്നത്. ടൈമിന്റെ പാസേജ്, മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. മെയിൻ തീം എന്ന് പറയുന്നത് കാർപ്പേഡിയം ആണ്. ഓക്കെ, റൈറ്റ്. അപ്പം പോംസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത പ്രയോറിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയാണ്. ഓക്കെ, അപ്പം പോയറ്റ്സും അവരുടെ സിഗ്നേച്ചർ പോംസും പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോവേണ്ട ഒരു പെർട്ടിക്കുലർ ലൈക്ക് ഏരിയ ആണ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി എന്ന് പറയുന്നത്. അതില് കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ വന്നത് കമലാദാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നമുക്കറിയാം കമലാദാസ് അല്ലെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മാധവിക്കുട്ടി അല്ലെ, കമലാ സുരയ്യ എന്നറിയപ്പെട്ട മാധവിക്കുട്ടി. അവരുടെ കീ പോംസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇൻവിറ്റേഷൻ ഉണ്ട് അല്ലെ, ദ സൺഷൈൻ ക്യാറ്റ് ഉണ്ട്, ദ ലുക്കിംഗ് ഗ്ലാസ് ഉണ്ട്, ദ ഫ്രീക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി വരുന്ന സമയത്ത് ഉറപ്പായിട്ടും റൈറ്റേഴ്സിന്റെ കീ പോംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന തീംസ് ഏതൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ ഇൻ കമലാദാസ് പോയട്രി വി ക്യാൻ സി ഫീമെയിൽ ലൈക്ക് ഷീ സ്പീക്സ് വോള്യൂം അബൌട്ട് ഫീമെയിൽ സെക്ഷുവാലിറ്റി, ഐഡന്റിറ്റി, കൺഫെഷണൽ പോയട്രി. നമുക്കറിയാം ഷീ ഈസ് എ കൺഫെഷണൽ പോയറ്റ് അല്ലെ. അപ്പൊ കൺഫെഷണൽ പോയട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഒരു കൺഫെഷണൽ പോയട്രി ലൈക്ക് പോയറ്റിനെ എടുത്ത് നോക്കുന്ന സമയത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ കമലാദാസിന്റെ സ്റ്റൈൽ, ഓക്കെ, റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബോൾഡ്, ഇന്റിമേറ്റ് ആൻഡ് ഓട്ടോബയോഗ്രഫിക്കൽ. അപ്പൊ ഇതുപോലെ തന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയിൽ വരുന്ന റൈറ്റേഴ്സ് അവരുടെ കീ പോംസ് ഏതൊക്കെ, അവർ യൂസ് ചെയ്തിരിക്കുന്ന തീംസ് ഏതൊക്കെ, അവരുടെ റൈറ്റിംഗ് സ്റ്റൈൽ എന്താണ്,
അവരെ യുണീക്ക് ആയിട്ട് മാറ്റി നിർത്തുന്ന എന്തെങ്കിലും ഉണ്ടോ, അവർ ഏതെങ്കിലും പെർട്ടിക്കുലർ മൂവ്മെന്റിന്റെ ഭാഗമാണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, റൈറ്റ്. ഇനി AK രാമാനുജൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അദ്ദേഹം പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോട്ട് ഉണ്ട്, and that is English gives me my outer forms, India gives me my inner forms. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ചോദ്യമാണ് വന്നത്. ഇങ്ങനെ പറഞ്ഞത് ആര് എന്നതായിരുന്നു ചോദ്യം. സോ വി നീഡ് ടു നോ ദ ഫേമസ് കോട്ട്സ് ഓഫ് ഫേമസ് റൈറ്റേഴ്സ്. നമുക്ക് സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ്, നോട്ട് ഓൺലി ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ്, തന്നിരിക്കുന്ന റൈറ്റേഴ്സ് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ AK രാമാനുജൻ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയുടെ റൈറ്ററുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സ്, he was related to linguistics, anthropology. അതുപോലെ തന്നെ അദ്ദേഹത്തിന് തമിഴ് ആൻഡ് കന്നഡ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വർക്ക്സിൽ നമുക്കത് വിവിഡായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ കാര്യങ്ങളും എന്താണ് റൈറ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി when it comes to the writing style of AK രാമാനുജൻ, we can say that is a cross cultural synthesis. ക്രോസ് കൾച്ചറൽ സിന്തസിസ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഒരു റൈറ്റർ എടുക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോട്ട്സ് ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത്, അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയുള്ളത് ഒരു നിസിം ഇസിക്കിയൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി എന്നുള്ളത് നിസിം ഇസിക്കിയലിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ്, ഒരു പോമാണ്. ഇറ്റ് ഈസ് എ കീ പോം ഫോർ ജൂയിഷ് ഐഡന്റിറ്റി ഇൻ ഇന്ത്യ. അപ്പൊ ജൂയിഷ് ഐഡന്റിറ്റി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പോമാണ് ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ KR ശ്രീനിവാസ അയ്യങ്കാർ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി എഗ്രസീവ്ലി ഇൻഡിവിജ്വലിസ്റ്റിക് എന്നുള്ള ഒരു രീതിക്ക് അദ്ദേഹത്തിന് കൊടുത്ത റെക്കഗ്നിഷൻ ആണ് ആക്ച്വലി അത്. അപ്പൊ KR ശ്രീനിവാസ അയ്യങ്കാർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്, നിസിം ഇസിക്കിയലിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു, ഹി ഈസ് എഗ്രസീവ്ലി ഇൻഡിവിജ്വലിസ്റ്റിക് എന്നത്. അതായത് അദ്ദേഹത്തെ കോപ്പി ചെയ്യാനായിട്ട്, അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ കോപ്പി ചെയ്യാനായിട്ട് സാധ്യമല്ലായിരുന്നു. വളരെ യുണീക്ക് ആയിട്ടാണ് നിസിം ഇസിക്കിയൽ എഴുതാറുള്ളത്. അദ്ദേഹത്തിന്റെ ദ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ. അതുകൊണ്ട് തന്നെ KR ശ്രീനിവാസ അയ്യങ്കാർ അദ്ദേഹത്തെ എഗ്രസീവ്ലി ഇൻഡിവിജ്വലിസ്റ്റിക് എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ എന്തെങ്കിലും നമുക്ക് നമ്മുടെ സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സിന് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അത് എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ, ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. റൈറ്റ്. അപ്പൊ നമുക്ക് അടുത്ത പ്രയോറിറ്റി ടോപ്പിക്കിലോട്ട് പോവാം. ദാറ്റ് ഈസ് ക്ലാസിക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. വെരി ഇമ്പോർട്ടൻറ്റ്, ക്ലാസിക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ക്ലാസിക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ക്ലാസിക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സൊക്കെ പോകുന്നത് എങ്ങോട്ടേക്കായിരിക്കും, ഏത് പേരിലോട്ടായിരിക്കും? ഉറപ്പായിട്ടും അത് ജോഫ്രി ചോസറിലോട്ടാണ്, അല്ലെ? നമുക്കറിയാം ജോഫ്രി ചോസറിന്റെ കാൻഡർബറി ടെയിൽസ്, എത്ര പഠിച്ചാലും മതിയാവാത്ത, എത്ര പഠിച്ചാലും തീരാത്ത ഒരു റൈറ്റപ്പാണ് കാൻഡർബറി ടെയിൽസ് എന്ന് പറയുന്നത്. അതിൽ ഫ്രീക്വന്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻസ് എന്നുള്ളത്. മാച്ച് ദ ഫോളോയിങ് റിലേറ്റഡ് ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പം ഇവിടെ നോക്കിക്കേ, നമുക്കറിയാം കാൻഡർബറി ടെയിൽസിൽ വരുന്ന 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഒന്ന് നൈറ്റ്, പിന്നെ പാർട്ട്ണർ, പ്രയറസ്, അതുപോലെ വൈഫ് ഓഫ് ബീത്ത്, അല്ലെ? അപ്പൊ വൈഫ് ഓഫ് ബാത്ത്, പ്രയറസ്, പാർട്ട്ണർ, അതുപോലെ നൈറ്റ്. അപ്പം നമുക്കറിയാം നൈറ്റ് ഇസ് എ പേഴ്സൺ ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ക്രൂസേഡ്സ്, അല്ലെ? ക്രൂസേഡ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ക്യാരക്ടർ കാൻഡർബറി ടെയിൽസിൽ ആരാണ്? നൈറ്റ് ആണ്, അല്ലെ? ഹു ക്യാരീസ് ഫേക്ക് റെലിക്സ് ക്യാരി ചെയ്യുന്ന ആളാരാണ്? അത് പാർട്ട്ണർ ആണ്, അല്ലെ? ഹു ഒബ്സർവ് ഡെയിൻറ്റി ടേബിൾ മാനേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന, അല്ലെ? ആ ഒരു ലേഡിയെ നമുക്കറിയാലോ, അത് ആരായിരുന്നു? അത് പ്രയറസ് ആണ്. അതുപോലെ വീഫ് ഓഫ് ബാത്ത്, അല്ലെ? വീഫ് ഓഫ് ബാത്ത് ആരാണ്? ഹു മെയ്ഡ് പിലിഗ്രിമേജസ് ടു ജെറുസലേം, അല്ലെ? ജെറുസലേമിലോട്ട് പിലിഗ്രിമേജ് നടത്തിയ ആളാരാണ്? അത് വീഫ് ഓഫ് ബാത്ത് ആണ്, അല്ലെ? സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് കാൻഡർബറി ടെയിൽസ് പഠിക്കുന്ന സമയത്ത് ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ അടുത്തത് ജോൺ ഡൺ ആണ്. അദ്ദേഹത്തിന്റെ നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള കനണൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം വന്നിരുന്നു. ഓക്കെ, അപ്പം ദ കനണൈസേഷൻ എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് കാണാവുന്ന അല്ലെ കീ എൻട്രീറ്റീസ് എന്തൊക്കെയാണ്, റിക്വസ്റ്റ് എന്തൊക്കെയാണ് അല്ലെ, ഹോൾഡ് ടങ്സ് ആൻഡ് ലെറ്റ് ദം ലവ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഹോൾഡ് യുവർ ടങ് ആൻഡ് ലെറ്റ് us ലവ് എന്നുള്ള ലെറ്റ് മീ ലവ് എന്ന് പറയുന്ന ആ ഒരു ലൈൻ നമുക്ക് അവിടെ കാണാം അല്ലെ. അതുപോലെ തന്നെ ചൈൽഡ് ഇസ് പാൾസി ആൻഡ് ഗൗട്ട് അല്ലെ. അപ്പോ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ജോൺ ഡൺ പറയാണ് അല്ലെ, ഹോൾഡ് യുവർ ടങ് ആൻഡ് ലെറ്റ് മീ ലവ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് ലൈക്ക് ഹി ഈസ് ആക്ച്വലി റിബൂക്കിംഗ് ദ സൺ അല്ലെ, by saying that it is time for us lovers to love, so let us do that, okay, please don't interfere എന്നുള്ള രീതിക്ക് പറയുന്ന ആ ലൈൻസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത് എന്താണ്, സീക്രട്ട് വേഴ്സസ് പ്രൊഫൈൻ ലവ് അല്ലെ. അപ്പം സീക്രട്ട് ലവ് എങ്ങനെയായിരിക്കും, പ്രൊഫൈൻ ലവ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ അല്ലെ, അത് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റാഫിസിക്കൽ കൺസീറ്റ് ധാരാളമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കനണൈസേഷനിൽ അല്ലെ. അപ്പം ഇവിടെ മെറ്റാഫിസിക്കൽ കൺസീറ്റ്സിന്റെ യൂസേജ്, അതുപോലെ തന്നെ കമ്പാരിസൺസ്, ഓക്കെ, ട്രൂ ലവ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ജോൺ ഡന്റെ കനണൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലൈക്ക് ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. നൗ ഫ്രാൻസിസ് ബേക്കന്റെ ഓഫ് ട്രൂത്ത് അല്ലെ. ബേക്കൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലെ, എസ്സേസ് ആണ് നമുക്ക് മനസ്സിലോട്ട് ഓടി വരുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ എസ്സേയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പഠിക്കാനുള്ള സിലബസ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഓഫ് ട്രൂത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അപ്പൊ അതിൽ പറയുന്ന മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ട്രൂത്ത് ആസ് സോവറിൻ അല്ലെ, ട്രൂത്ത് ഈസ് കൺസിഡേർഡ് ആസ് സോവറിൻ ഗുഡ് ഓഫ് ഹ്യൂമൻ നേച്ചർ. ഹ്യൂമൻ നേച്ചറിന്റെ ഏറ്റവും ആ ഒരു ഗുഡ്നെസ് എന്നുള്ളതാണ് ട്രൂത്ത് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. അതുപോലെ തന്നെ ഹി ഓൾസോ സേസ് ദാറ്റ് മിക്സ്ചർ ഓഫ് ലൈസ് ആഡ്സ് പ്ലഷർ അല്ലെ. അപ്പൊ നുണ പറയുന്ന സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ചിലപ്പം കുറച്ച് സമയത്തേക്ക് നമുക്ക് ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും അല്ലെ. പക്ഷെ ത്രൂ ഔട്ട് അല്ലെ, ലൈഫ് ടൈം മുഴുവനായിട്ട് നമുക്ക് എന്തിനു സാധിക്കില്ല, ലൈഫിൽ ലൈക്ക് ലൈസ് ആഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫോൾസ്ഹുഡിനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ഗോൾഡ് കോയിൻ അതുപോലെ സിൽവർ കോയിനിലൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെ, അലോയ്. അപ്പൊ അതിലുള്ള ആ ഒരു ലൈക്ക് എന്താ പറയുക, ആ ഒരു പ്യുവർ അല്ലാത്ത ഇംപ്യുവർ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, ഈ ഗോൾഡ് ആയാലും സിൽവർ ആയാലും അതിന്റെ പ്യുവറസ്റ്റ് ആയിട്ടുള്ള അല്ലെ ഫോമിൽ എന്തുണ്ടാവില്ല, ഫോൾസ്ഹുഡ് ഉണ്ടാവില്ല. പക്ഷെ അത് അലോയ് ആയിട്ട് മാറുന്ന സമയത്ത്, മറ്റൊരു കോമ്പിനേഷൻ അവിടെ കൂടെ വരുന്ന സമയത്ത് ഫോൾസ്ഹുഡ് ആയിട്ട് ആണ് അവിടെ കമ്പയർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ അടുത്ത പ്രയോറിറ്റി ടോപ്പിക്കിലോട്ട് പോകാം. ആൻഡ് ദാറ്റ് ഈസ് റൊമാൻറ്റിക് പോയട്രി. HST ഇംഗ്ലീഷിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് റൊമാൻറ്റിക് പോയട്രി എന്ന് പറയുന്നത്. റൊമാൻറ്റിക് പോയട്രി റിലേറ്റഡ് ആയിട്ട് വില്യം വേർഡ്സ്വർത്തിന്റെ പ്രിഫേസ് ടു ലിറിക്കൽ ബാലൻസ് എന്ന് പറയുന്ന ആ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം വന്നിരുന്നു. നമുക്കറിയാം പ്രിഫേസ് ടു ലിറിക്കൽ ബാലൻസ് അല്ലെ, 1800 പബ്ലിഷ് ചെയ്ത അല്ലെ, പ്രിഫേസ് ടു ലിറിക്കൽ ബാലൻസ്. അപ്പൊ ആ ഒരു ലൈക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കറിയാം അത് ഒരു റെവല്യൂഷണറി പോയറ്റിക് തിയറി കൊണ്ടുവന്ന ഒരു വർക്കാണ് അല്ലെ, പ്രിഫേസ് ടു ലിറിക്കൽ ബാലൻസ് എന്ന് പറയുന്നത്. സോ അതില് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന എന്താണ്, ക്രിറ്റിസിസം ഓഫ് പ്രീവിയസ് പോയട്രി അല്ലെ, മുന്നേ ഉണ്ടായിരുന്ന നിയോ ക്ലാസിക്കൽ ഏജിൽ ഉണ്ടായിരുന്ന പോയട്രി അല്ലെ, അതിന്റെ ക്രിറ്റിസിസം നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൂട്ടഡ് ഗ്രേസ് സോണറ്റ് ആസ് വേർസ്റ്റ് എക്സാമ്പിൾ ഓഫ് പോയറ്റിക് ഡിക്ഷൻ. ഇതിലാണ് അദ്ദേഹം അല്ലെ, വില്യം വേർഡ്സ്വർത്ത് ലൈക്ക് ഗ്രേയുടെ സോണറ്റിനെ വേർസ്റ്റ് എക്സാമ്പിൾ ഓഫ് പോയറ്റിക് ഡിക്ഷൻ എന്നുള്ള രീതിയിൽ കോട്ട് ചെയ്യുന്നത് ഏതിലാണ്, പ്രിഫേസ് ടു ലിറിക്കൽ ബാലൻസിലാണ്. സോ ഇത്തരത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് റിലേറ്റഡ് ടു ആ പെർട്ടിക്കുലർ വർക്ക് ബൈ എ പെർട്ടിക്കുലർ റൈറ്റർ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതേപോലെ കോൾറിഡ്ജ് അല്ലെ, ST കോൾറിഡ്ജിന്റെ കുബ്ലാ ഖാൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോമാണ്. നമുക്കറിയാം ഓപ്പിയം കൺസ്യൂം ചെയ്ത് അല്ലെ, ഒരു ഡ്രീം ലൈക്ക് പോയട്രി ആണത് അല്ലെ, ഡ്രീം പോമാണ്. ലൈക്ക് ആ ഒരു ഓപ്പിയമിന്റെ ഇൻഫ്ലുവൻസിൽ എഴുതപ്പെട്ട കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പോമാണ് കുബ്ലാ ഖാൻ അല്ലെ. അതില് റിവർ ആൽഫ് അല്ലെ, സീക്രട്ട് റിവർ ആൽഫിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അതുപോലെ തന്നെ ഒരു അബിസീനിയൻ മെയ്ഡ് അല്ലെ,
ലൈക്ക് മൗണ്ട് ആബറിനെ കുറിച്ച്, ഓക്കെ, മൗണ്ട് ആബർ എന്ന് പറയുന്ന മൗണ്ടിനെ കുറിച്ച് പാടുന്ന ഒരു ഒരു ഇമേജ് നമുക്ക് ആ ഒരു പോംന്ന് കിട്ടുന്നുണ്ട് അല്ലെ. അതുപോലെ ഈ പോം കുബ്ലാ ഖാൻ എഴുതുന്ന സമയത്ത് സാമുവൽ ടൈലർ കോൾറിഡ്ജ് വാസ് ഇന്ററപ്റ്റഡ് ബൈ സംതിങ്, അങ്ങനെ അത് പകുതിക്ക് വെച്ച് മുറിഞ്ഞു പോകുന്ന കംപ്ലീറ്റഡ് അല്ലാത്ത ഒരു പോമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ് കുബ്ലാ ഖാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരു പോം എടുക്കുന്ന സമയത്ത് അതിന്റെ കമ്പോസിഷൻ എങ്ങനെ വന്നു, എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ്സ് അതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ പ്ലേസസ് അല്ലെങ്കിൽ റിവേഴ്സ് അല്ലെങ്കിൽ വാലീസ് ആണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു അറിവുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെയോ പിന്നെ പി ബി ഷെല്ലിയുടെ ഓട്ട് ടു ദ വെസ്റ്റ് വിൻഡ്, ഓക്കെ, ഓട്ട് ടു ദ വെസ്റ്റ് വിൻഡ് എന്ന് പറയുന്ന ആ ഒരു പോം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. നമുക്കറിയാം അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 4 തേഴ്സെറ്റ്സ് ആണ് അല്ലെ. അതിന്റെ കൂടെ ഒരു കപ്ലെറ്റും ഉണ്ടാവും. അതിനെയാണ് തേഴ്സ റൈമ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 4 തേഴ്സെറ്റ്സ് ഉണ്ടാവും, അതുപോലെ ഒരു കപ്ലെറ്റും ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ആണ് ഓട്ട് ടു ദ വെസ്റ്റ് വിൻഡ് എന്ന് പറയുന്ന പോമിന് വന്നിട്ടുള്ളത്. അതില് മെയിൻ ആയിട്ട് നമുക്ക് കാണാവുന്നത് ഡിസ്ട്രോയർ ആൻഡ് പ്രിസർവർ എന്നുള്ള യൂസേജ് ആണ്. വിൻഡിനെ ഡിസ്ട്രോയർ ആയിട്ടും പ്രിസർവർ ആയിട്ടും പറയുന്നുണ്ട് അതിൽ. അതായത് ശിവനെ പോലെയും വിഷ്ണുവിനെ പോലെയും. നമുക്കറിയാം ശിവൻ സംഹാരത്തിന്റെ ദേവനാണ് അല്ലെ, ലൈക്ക് വിഷ്ണു സ്ഥിതിയുടെ ദേവനാണ്. ഓക്കെ, അപ്പം ഡിസ്ട്രോയർ ആൻഡ് പ്രിസർവർ എന്നുള്ള രീതിക്ക്, ശിവ ആൻഡ് വിഷ്ണു എന്നുള്ള രീതിക്ക് വിൻഡിനെ അവിടെ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ ഇതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്ന ഏതാണ്? റിവർ അർണോയ്ക്ക് അടുത്തുള്ള ഓക്കെ ഒരു വുഡ് ഒരു കാടാണ്. ഓക്കെ, നിയർ ഫ്ലോറൻസിന് അടുത്തുള്ള ഒരു വുഡ്സ് ആണ് ഇതിന്റെ സെറ്റിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ അതിൽ ഒരു പോം എടുക്കുന്ന സമയത്ത് ആ പോമിന്റെ സ്ട്രക്ചർ എന്താണ്, എത്ര ലൈൻസ് ഉണ്ട് അതിൽ, ഏത് മീറ്റർ ആണ് അവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ കീ ടേംസ് ആണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണ് അവിടെ വന്നിരിക്കുന്നത്, ഏതാണ് സെറ്റിംഗ്, ഇത്രയും കാര്യങ്ങളും നമ്മൾ നോക്കിയിരിക്കണം. ഓക്കെ, അടുത്ത പ്രയോറിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് വിക്ടോറിയൻ ലിറ്ററേച്ചർ ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പൊ വിക്ടോറിയൻ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യം ആദ്യത്തേത് യുലീസസിന്റെ ആയിരുന്നു. അതായത് ആൽഫ്രഡ് ടെന്നിസൺ എഴുതിയ യുലീസസ് എന്നുള്ള പോം നമുക്കൊക്കെ അറിയാം അല്ലെ. വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള പോമാണ്. അപ്പൊ അതില് നമുക്കറിയാം അത് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന ആർതർ ഹാലം അല്ലെ, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഓക്കെ അതിന്റെ റെസ്പോൺസ് എന്നുള്ള രീതിക്ക് ഒരു വിലാപ കാവ്യം എന്നുള്ള രീതിക്ക് എഴുതിയിട്ടുള്ളതാണ് യുലീസസ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹോമേഴ്സ് ഒഡീസി ആൻഡ് ഡാന്റേഴ്സ് ഇൻഫേർണോ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോം ഇറ്റ് ഈസ് റിട്ടൺ ബേസ്ഡ് ഓൺ ഹോമേഴ്സ് ഒഡീസി, ഹോമറിന്റെ ഒഡീസെ, അതുപോലെ തന്നെ ഡാന്റയുടെ ഇൻഫേർണോ, ഇവ രണ്ടിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു പോമാണ് യുലീസസ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് പോം വി സീ ദാറ്റ് യുലീസസ് ദ കിങ് ഓക്കെ ഈസ് പ്ലാനിങ് ടു അബാൻഡൻ ഇത്താക്ക. അവിടെ ട്രോയ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ട്രോയ് ഇത്താക്ക രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്നുള്ളത് നമുക്കറിയണം. ഇത്താക്കയാണ് ലൈക്ക് an island country where ടെലിമാക്കസ് എന്ന് പറയുന്നത് യുലീസസിന്റെ മകനാണ്. ഈ ഇത്താക്കയിലെ രാജാവായിരുന്നു യുലീസസ്. അദ്ദേഹം പിന്നീട് ലൈക്ക് പല സാഹസിക യാത്രകൾക്കും പോകുന്നു. ഓക്കെ, ട്രാവൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് ഇത്താക്ക ആരെയാണ് ഏൽപ്പിക്കുന്നത്? ടെലിമാക്കസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനെയാണ് ഏൽപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്ലാൻസ് ടു അബാൻഡൻ ഇത്താക്ക ടു ടെലിമാക്കസ്, അതാണ് നമുക്ക് ഈ യുലീസസിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബ്ലാങ്ക് വേഴ്സ് ആണ് വിത്ത് ഡ്രമാറ്റിക്, ഇറ്റ് ഇസ് എ ഡ്രമാറ്റിക് മോണോലോഗ് ടു. ഓക്കെ, അപ്പൊ ഇവിടെ യുലീസസ് ആണ് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയാണ് നമ്മൾ മറ്റുള്ള ആളുകളെയൊക്കെ, പെൻലെപ്പി ആണെങ്കിലും ഓക്കെ മെറൈനേഴ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ അറിയുന്നത്, ടെലിമാക്കസ് ആണെങ്കിലും ഒക്കെ അറിയുന്നത് ഇദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയാണ്. സോ അതൊരു ബ്ലാങ്ക് വേഴ്സിൽ എഴുതപ്പെട്ട ഡ്രമാറ്റിക് മോണോലോഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അതുപോലെ മാത്യു അർണൽഡിന്റെ ദ സ്കോളർ ജിപ്സി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആണ് അല്ലെ, ദ സ്കോളർ ജിപ്സി. അപ്പൊ അതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓക്സ്ഫോർഡ് കൺട്രി സൈഡ് ആണ് അല്ലെ, ബക്ഷയർ മൂസ് അല്ലെ, കംന ഹിൽസ്, ബാബ്ലോക്കിത്തെ, ഓക്കെ വിച്ച്വുഡ് ബവേഴ്സ്. ഓക്കെ, അപ്പൊ ഈ സെറ്റിംഗ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഏതൊരു പോം ആണെന്നുണ്ടെങ്കിലും ഇപ്പം സ്കോളർ ജിപ്സിയുടെ സെറ്റിംഗ് ഏത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. എലിജി റിട്ടൺ ഇൻ എ കൺട്രി യാർഡ് ആണ് അടുത്ത പോം ആയിട്ട് വരുന്നത്.
നമുക്കൊക്കെ അറിയാവുന്ന തോമസ് ഗ്രേയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസ് ഉള്ള പോമാണ് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ച് യാർഡ് എന്ന് പറയുന്നത്. അതിലൊരു എപ്പിറ്റാഫും ഉണ്ട് അല്ലെ. അപ്പൊ ആ ഫൈനൽ എപ്പിറ്റാഫിൽ നമ്മൾ കാണുന്നത് റെഫേഴ്സ് ടു തോമസ് ഗ്രേ ഹിംസെൽഫ് ആസ് ദ അൺനോൺ യൂത്ത് അല്ലെ. അപ്പൊ ആള് മരിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെ എങ്ങനെയായിരിക്കും മറ്റുള്ളവർ ഇദ്ദേഹത്തെ ഓർക്കുക എന്നുള്ള കാര്യങ്ങളാണ് ആ ഒരു എപ്പിറ്റാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു പോം തരുന്ന സമയത്ത് അതിന് എപ്പിറ്റാഫ് ഉണ്ടെങ്കിൽ അതിൽ എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ക്ലോസിംഗ് ലൈൻസ് എങ്ങനെ വരുന്നു, ഓപ്പണിംഗ് ലൈൻസ് എങ്ങനെയാ വരുന്നത്, അതിന്റെ സെറ്റിംഗ് എന്താണ്, സ്ട്രക്ചർ എന്താണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ പഠിച്ചു പോവാനായിട്ട്. ഓക്കെ, ഇനി ആറാമത്തെ പ്രയോറിറ്റി ടോപ്പിക്കിലോട്ട് നമുക്ക് കടക്കാം. മോഡേൺ ഡ്രാമയാണ് അടുത്ത പ്രയോറിറ്റി ടോപ്പിക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സോ മോഡേൺ ഡ്രാമയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഉണ്ടായിരുന്നത് സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പൊ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇറ്റ് ബിലോങ്സ് ടു തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് അല്ലെ. തിയേറ്റർ ഓഫ് ദ അബ്സേർഡിൽ പെടുന്ന ഒരു പെർട്ടിക്കുലർ ഡ്രാമയാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് പോയിന്റ്ലെസ് ആയിട്ടുള്ള ഡയലോഗ് നമുക്കതിൽ കാണാം, സ്ലാപ്സ്റ്റിക്, എക്സിസ്റ്റൻഷ്യൽ ആംഗ്വിഷ് നമുക്ക് അവിടെ കാണാം അല്ലെ. അതായത് ദർ ഈസ് നോ മോർ മീനിങ് ഇൻ അവർ ലൈഫ് അല്ലെ, ലൈഫ് ഇസ് മീനിങ്ലെസ് എന്നുള്ള ആ ഒരു നിഹിലിസം അല്ലെ, നിഹിലിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് അവിടെ കാണാം. ഓക്കെ, അപ്പൊ അതിന്റെ തീംസ് നോക്കുവാണെങ്കിൽ ഏലിയനേഷൻ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഏലിയനേഷൻ ആണ് അല്ലെ. നമുക്കാകെ വളരെ വിരലിൽ എണ്ണാവുന്ന ക്യാരക്ടേഴ്സ് മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്ലേയിൽ വരുന്നത് അല്ലെ. അതുപോലെ ഹ്യൂമൻ കണ്ടീഷൻ, മീനിങ്ലെസ്നെസ് ഓഫ് ലൈഫ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഡ്രാമയുടെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന വർക്കിന്റെ തീംസ് ആയിട്ട്, ഇമ്പോർട്ടൻറ്റ് തീംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ നമുക്ക് മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് ജോർജ് ബെർണാഡ് ഷോയുടെ പിഗ്മാലിയനിൽ നിന്നാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം പിഗ്മാലിയൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു അഡാപ്റ്റേഷൻ മൈ ഫെയർ ലേഡി എന്ന് പറഞ്ഞിട്ട് 1964 ഒരു മ്യൂസിക്കൽ ഫിലിം ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള വർക്ക് അതിന്റെ ഏതെങ്കിലും അഡാപ്റ്റേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ഫിലിം വേർഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ട് അത്യാവശ്യമാണ്. ഓക്കെ, അതുപോലെ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന തീംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഏതൊക്കെ തീംസ് ആണ് പിഗ്മാലിയനിൽ വരുന്നതെന്ന് ചോദിച്ചാൽ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻസ്, അതുപോലെ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ്, ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് എലിസ ഡൂലിറ്റിൽ അല്ലെ. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഫ്ലവർ ഗേൾ എങ്ങനെയാണ് സൊസൈറ്റിയിൽ അംഗീകരിക്കപ്പെടുന്ന രീതിക്ക് മാറുന്നത് അവരുടെ ലാംഗ്വേജ് ട്രെയിനിങ്ങിലൂടെ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു വർക്കിൽ കാണിച്ചു തരുന്നുണ്ട്. സോ ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അല്ലെ, ആ ഒരു ആംഗ്വിഷ്, ഹ്യൂമൻ ആംഗ്വിഷ്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ലേഡി, ഇതൊക്കെ നമുക്ക് വളരെ വിവിധമായിട്ട് ഈ ഒരു വർക്കിൽ കാണാനായിട്ട് പറ്റും. അടുത്ത പ്രയോറിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് അമേരിക്കൻ ലിറ്ററേച്ചർ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ അമേരിക്കൻ ലിറ്ററേച്ചറിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർതർ മില്ലറിന്റെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ അല്ലെ സിഗ്നേച്ചർ വർക്കാണ്. അപ്പൊ ആ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതില് ഒരു കീ കോട്ട്, ഒരു പെർട്ടിക്കുലർ ഡയലോഗ് പറയുന്നുണ്ട്. അതായത് ആ സ്മോൾ മാൻ ക്യാൻ ബി ജസ്റ്റ് ആസ് എക്സ്ഹോസ്റ്റഡ് ആസ് എ ഗ്രേറ്റ് മാൻ. ഇതാരാണ് പറയുന്നത് എന്നുള്ള ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നമുക്ക് വരാം. ഈ ഒരു പെർട്ടിക്കുലർ കോട്ട് പറയുന്നത് ലിൻഡ ലോമാൻ ആണ്. ഓക്കെ, ഇപ്പൊ ലിൻഡ ലോമാൻ ആണ് ഈ ഒരു കോട്ട് പറയുന്നത്. ഇതുപോലെ ഒരു പെർട്ടിക്കുലർ ഡയലോഗ് തന്നിട്ട് ഇത് ആര് പറഞ്ഞതാണ് എന്നുള്ള രീതിക്കുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇതിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് അമേരിക്കൻ ഡ്രീം ആണ്. നമുക്കറിയാം അമേരിക്കൻ ഡ്രീം എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അമേരിക്കൻ ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് പറ്റും അല്ലെ. അപ്പം മണി ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ സൊസൈറ്റി എന്നുള്ള ആ ഒരു തോട്ടാണ്. മണി ആൻഡ് സ്റ്റേറ്റസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ സൊസൈറ്റി. ബൈ ടേക്കിംഗ് മച്ച് എഫേർട്സ് വിൽ ബി ഏബിൾ ടു അക്കംപ്ലിഷ് സക്സസ് ഇൻ അവർ ലൈഫ്. അപ്പൊ ആ ഒരു തോട്ട് വരുന്നതാണ് അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത്. അതുപോലെ ഫെയിലിയർ, ഫാമിലി ഡൈനാമിക്സ്, ഇതൊക്കെ ഇതിന്റെ മെയിൻ തീംസ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ മറ്റൊരു അമേരിക്കൻ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സിഗ്നേച്ചർ വർക്കാണ് ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ അല്ലെ. നമുക്കറിയാം അതിൽ നമ്മൾ കാണുന്നത് ലയൺ സിംബോളിസം വരുന്നുണ്ട് അല്ലെ. അതായത്
ലൈക്ക് നമ്മുടെ സാന്റിയാഗോ അല്ലെ, സാന്റിയാഗോ ഉറങ്ങുന്ന സമയത്ത് കാണുന്ന ഡ്രീംസ് അല്ലെ, ആ ഒരു ബീച്ചിൽ ലയൺസ് നടക്കുന്നതാണ് അല്ലെ. അപ്പൊ ആ ലയൺ എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? റെപ്രസെന്റ്സ് ലോസ്റ്റ് യൂത്ത് ആണ്, isn't it? അപ്പോൾ അത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിംബോളിസംസ് വരുന്നുണ്ടോ, അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കറിയണം. അതുപോലെ തീംസ് വരുന്ന ഏതൊക്കെയാ? പെർസീവറൻസ് വരുന്നുണ്ട്, ഡിഗ്നിറ്റി ഇൻ ഡിഫീറ്റ് വരുന്നുണ്ട്, ഏജിങ് വരുന്നുണ്ട് അല്ലെ. നമുക്ക് പരാജയപ്പെടാനായിട്ട് സാധിക്കും. എങ്ങനെ? വളരെ ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് നമുക്ക് പരാജയപ്പെടാൻ സാധിക്കും എന്നുള്ള ആ ഒരു കാര്യം നമ്മളെ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിപ്പിച്ചു തരുന്നുണ്ട് ഈ ഒരു വർക്കിൽ അല്ലെ, ഏർണസ്റ്റ് ഹെമിംഗ്വേ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീൽ. ഓക്കെ, അതുപോലെ ടോണി മോറിസന്റെ ദ ബ്ലൂവസ്റ്റ് ഐ, വെരി ബ്രില്യൻറ്റ് വർക്ക് ഫ്രം ബൈ ടോണി മോറിസൺ. ഓക്കെ, ദ ബ്ലൂവസ്റ്റ് ഐ അല്ലെ, ബ്ലൂവസ്റ്റ് ഐ അതിന്റെ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ള രീതിക്കുള്ള ചോദ്യം വരാം അല്ലെ. ഇറ്റ് റെപ്രസെന്റ്സ് ബ്യൂട്ടി അല്ലെ, യൂറോസെൻട്രിക് ആയിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. ഇന്റേണലൈസ്ഡ് റേസിസത്തിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം റേസിസം, സെൽഫ് ഹേറ്റ്രഡ്, ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് മുതലായിട്ടുള്ള തീംസ് ആണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള വർക്ക്സും അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോട്ട്സും ഡയലോഗ്സും സിംബോളിസംസും തീംസും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഓക്കെ, ശരി, അടുത്ത പ്രയോറിറ്റി ടോപ്പിക് നോക്കാം. 7ാമത്തെ ടോപ്പിക് ആണ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഭാഗമാണിത്. അതില് കഴിഞ്ഞ എക്സാമിൽ നമുക്ക് TS എലിയറ്റിന്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരുന്നത്. അതിൽ നമുക്കറിയാം മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇംപേഴ്സണാലിറ്റി ഇൻ ആർട്ട് ആണ് അല്ലെ. ആർട്ടില് ഇംപേഴ്സണാലിറ്റി എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്ന് TS എലിയറ്റ് പറയുന്നുണ്ട്. അതിലാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നുള്ള ടേം അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഡിസൈൻ ടു ഇവോക്ക് സ്പെസിഫിക് ഇമോഷൻ അല്ലെ. ഒരു പെർട്ടിക്കുലർ ഇമോഷൻ ഇവോക്ക് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ റിലേറ്റഡ് ആയിട്ടാണ് അവിടെ പറയുന്നത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട് നമ്മുടെ എലിയറ്റിന്റെ, പോയട്രി ഈസ് എസ്കേപ്പ് ഫ്രം ഇമോഷൻസ് നോട്ട് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ അല്ലെ. പോയട്രി എന്ന് പറയുന്നത് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നതല്ല, മറിച്ച് ഇമോഷനിൽ നിന്ന് എസ്കേപ്പ് ആകുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോട്ട്സ് ഓക്കെ ഇത്തരത്തിലുള്ള എസ്സേയിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അതുപോലെ പോസ്റ്റ് മോഡേൺ തിയറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മെറ്റാഫിക്ഷൻ വരുന്നുണ്ട്, ഇന്റർടെക്സ്റ്റുവാലിറ്റി വരുന്നുണ്ട്, അതുപോലെ ലാംഗ്വേജ് ഇസ് കൺസിഡേർഡ് ആസ് എ ടൂൾ ഓഫ് പവർ ആൻഡ് മാനിപ്പുലേഷൻ അല്ലെ. ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് മാത്രമുള്ള ഒരു മീഡിയം ആയിട്ട് മാത്രമല്ല പോസ്റ്റ് മോഡേൺ തിയറിസ്റ്റുകൾ കാണുന്നത്, മറിച്ച് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ടൂൾ ഓഫ് പവർ ആൻഡ് മാനിപ്പുലേഷൻ. പവറിന്റെയും മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്ന ഒരു ടൂൾ. ഓക്കെ, പവറിന്റെ സിമ്പിൾ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ എന്നുള്ള രീതിക്കൊക്കെ ലാംഗ്വേജ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ് മോഡേൺ തിയറിസ്റ്റുകൾ പറയുന്നത്. അതില് ജൂഡിത്ത് ബട്ട്ലർ ആണ് പറഞ്ഞ എന്ത്? ജെൻഡർ, ഹി കൺസിഡേർഡ് ജെൻഡർ ആസ് ഫ്ലൂയിഡ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ്. ഓക്കെ, ഇപ്പൊ ജെൻഡർ എന്ന് പറയുന്നത് റിജിഡ് ആയിട്ടുള്ള ഒന്നല്ല, അത് ഫ്ലൂയിഡ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ് ആണ് എന്ന് പറഞ്ഞത് ജൂഡിത്ത് ബട്ട്ലർ ആയിരുന്നു. സോ പോസ്റ്റ് മോഡേൺ തിയറിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കൾച്ചറൽ സ്റ്റഡീസിലോട്ട് വരുന്ന സമയത്ത് സ്റ്റുവർട്ട് ഹാൾ, നമുക്ക് മറക്കാനായിട്ട് പറ്റാത്ത ഒരാളാണ് സ്റ്റുവർട്ട് ഹാൾ എന്ന് പറയുന്നത്. കൾച്ചറൽ സ്റ്റഡീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഏതാനും പേരുകളിൽ ഒന്നാണ് അല്ലെ. സ്റ്റുവർട്ട് ഹാളും ലൈക്ക് അതുപോലെ തന്നെ തിയോഡർ ലൈക്ക് അഡോർണോ അല്ലെ, അവരൊക്കെ നമുക്ക് മറക്കാൻ സാധിക്കാത്ത ആളുകളാണ്. സോ സ്റ്റുവർട്ട് ഹാൾ ഇൻസ്പയർഡ് ബൈ അന്റോണിയോ ഗ്രാംസ്കീസ് പ്രിസൺ ഡയറീസ് അല്ലെ. അപ്പം അന്റോണിയോ ഗ്രാംസ്കി എഴുതിയ ലൈക്ക് പ്രിസൺ ഡയറീസ്, അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്റ്റുവർട്ട് ഹാൾ കൾച്ചറൽ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് ഓക്കെ പുട്ട് ഫോർവേഡ് ചെയ്തത്. അതുപോലെ തിയോഡർ അഡോർണോ ഓക്കെ അദ്ദേഹത്തിന്റെ കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ വർക്ക്, ഇറ്റ് സ്റ്റാൻഡർഡൈസസ് എസ്തെറ്റിക് ടേസ്റ്റ്. ഓക്കെ, എസ്തെറ്റിക് ടേസ്റ്റ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന തിയോഡർ അഡോർണോയുടെ വർക്കാണ് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ കൾച്ചർ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിഗ്നേച്ചർ വർക്ക്സ് ഉണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളും അത് എഴുതിയ ആളും അതിൽ മെൻഷൻ ചെയ്യുന്ന ഹൈലൈറ്റ് ചെയ്യുന്ന തിയറിയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി
അടുത്ത പ്രയോറിറ്റി ടോപ്പിക് ആണ് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലാംഗ്വേജ് ടീച്ചിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും ഡ്രൈ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലിംഗ്വിസ്റ്റിക്സും ലാംഗ്വേജ് ടീച്ചിങ്ങും അല്ലെ. അപ്പം നമ്മൾ ബാക്കിയൊക്കെ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ മാക്സിമം പഠിച്ചെടുക്കും. പക്ഷെ ലിംഗ്വിസ്റ്റിക്സിലോട്ട് എത്തുന്ന സമയത്ത് നമുക്കത് വളരെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും അല്ലെ. അതായത് ലൈക്ക് എസ്പെഷ്യലി പ്ലോസിവ്സ് അല്ലെ, ഫ്രിക്കറ്റിവ്സ്, അഫ്രിക്കേറ്റ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത്, അതുപോലെ ലൈക്ക് സിഗ്നിഫയർ, സിഗ്നിഫൈഡ് അല്ലെ, സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സ്, അസിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് തോന്നും അല്ലെ. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് വെരി ഈസി. നമ്മൾ ബേസ് പഠിച്ചു കഴിഞ്ഞാൽ വൺസ് വി സ്റ്റഡി ദിസ് നത്തിങ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. ഓക്കെ, അപ്പൊ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഭാഗമാണിത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും സാധിക്കുന്നതാണ്, പ്രൊവൈഡഡ് യു നീഡ് ടു ലെൻഡ് യുവർ ഇയേഴ്സ് ടു ദ ടീച്ചേഴ്സ്. ഓക്കെ, അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു പോകാൻ സാധിക്കുന്ന ടോപ്പിക്കുകളാണ് ലിംഗ്വിസ്റ്റിക്സിൽ വരുന്നത്. അത് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റോടു കൂടി തന്നെ ഇരുന്ന് കേൾക്കുമ്പോഴാണ് നമുക്കും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ ലിംഗ്വിസ്റ്റിക്സ് എടുക്കുന്ന സമയത്ത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. സോ ദാറ്റ് ഈസ് ഈസി ഫോർ യു ടു ഗ്രാസ്പ് ദ തിങ്സ്. ഓക്കെ, അപ്പൊ ഡ്രൈ ആക്കാതെ എടുക്കേണ്ടത് ഞങ്ങളുടെയും ഡ്രൈ ആവുന്നില്ലെന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടത് നിങ്ങളുടെയും കടമയാണ് എന്നുള്ളതും ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഇറ്റ് ഈസ് ലൈക്ക് വൺസ് വി നീഡ് ടു നോ ദാറ്റ്, or once we understand the basics of all these things, it is going to be very easy. Okay, so fundamental concepts ഉണ്ട് അല്ലെ. ഇപ്പൊ ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏതാനും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സ്. എന്താണ് ഈ സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഹൗ പീപ്പിൾ യൂസ് ലാംഗ്വേജ് അറ്റ് ഗിവൻ ടൈം അല്ലെ. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ എങ്ങനെയാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, വാട്സപ്പ് ലാംഗ്വേജ് എങ്ങനെയാണ്? ഓക്കെ, ലൈക്ക് ചാറ്റിംഗ് ലാംഗ്വേജ് എങ്ങനെയാണ്? അപ്പോൾ ഇന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന രീതിക്കല്ല, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ ലാംഗ്വേജ് ദറ്റ് വാസ് യൂസ്ഡ് ഇൻ മേ ബി ബിഫോർ 10 to 20 years അല്ലെ. ഇപ്പൊ 20 വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ യൂസ് ചെയ്ത ലാംഗ്വേജ് പോലെയല്ല ഇപ്പം നിലവിലുള്ള ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പഠനം, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ലൈക്ക് ലാംഗ്വേജ് എങ്ങനെയാണ് ആളുകൾ യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്, സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഡീപ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ അബ്സ്ട്രാക്ട് റെപ്രസെന്റേഷൻ ഓഫ് സെന്റൻസ് അനാലിസിസ്. സെന്റൻസിന്റെ അനാലിസിസ് അബ്സ്ട്രാക്ട് രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഡീപ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് അഥവാ CLT എന്നുള്ളൊരു ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡ് ഉണ്ട്. എന്തിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്? ഇറ്റ് ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പീറ്റൻസ്. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് എന്ത്, കോമ്പീറ്റൻസ് എന്ത്, ലാങ് എന്ത്, പെരോൾ എന്ത്, ഓക്കെ, സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരാളാണ് ഫെർഡിനാൻഡ് ഡി സോഷർ അല്ലെ. അപ്പൊ സോഷറിനെ കുറിച്ച് നമ്മൾ അറിയണം. 1916 അദ്ദേഹം പബ്ലിഷ് ചെയ്ത കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള വർക്കിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് പിന്നീട് മോഡേൺ ലിംഗ്വിസ്റ്റിക്സിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് മാറിയത് എന്നുള്ളത് കൊണ്ടാണ് അത് അത്രയും പ്രസക്തമാകുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടും ലാംഗ്വേജ് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എന്തൊക്കെ, ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ടേംസ് എന്തൊക്കെ, അത് എവിടെയൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, now comes the last priority topic and that is contemporary Indian writing. Contemporary Indian writing. അവിടെ ഇന്ത്യൻ റൈറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ആളുണ്ടല്ലോ, ആരാണത്? സൽമാൻ റുഷ്ദി അല്ലെ. സൽമാൻ റുഷ്ദിയുടെ മാജിക്കൽ റിയലിസം അല്ലെ, നമുക്കറിയാം. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ്, അതുപോലെ ബോർജസ് അല്ലെ. അപ്പൊ അവരുടെയൊക്കെ ഇൻഫ്ലുവൻസിൽ എഴുതപ്പെട്ടിട്ടുള്ള ആളാണ് ആര്? സൽമാൻ റുഷ്ദി. ഓക്കെ, ഹൗ? ബൈ ഇംപ്ലിമെന്റിങ് മാജിക്കൽ റിയലിസം. ഓക്കെ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ അല്ലെ ഫാന്റസി കൂടി മിക്സപ്പ് ചെയ്തിട്ട് എഴുതുന്നതിനെയാണ് ഈ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സൽമാൻ റുഷ്ദി, അതുപോലെ അനിത ദേശായി, ഓക്കെ, മറ്റൊരു ഇന്ത്യൻ റൈറ്റർ ആണ് അല്ലെ, അനിത ദേശായി. അപ്പൊ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയണം. ഏത് വർഷം ജനിച്ചു അല്ലെ, എവിടെയാണ് ജനിച്ചത്, എന്താണ് അവരുടെ ഐഡന്റിറ്റി, എന്തായിരുന്നു അവരുടെ പേഴ്സ്പെക്റ്റീവ്,
അനിത ദേശായി പറഞ്ഞൊരു കാര്യമാണ്. ഫീൽസ് അബൌട്ട് ഇന്ത്യ ആസ് ഇന്ത്യൻ, തിങ്സ് അബൌട്ട് ഇറ്റ് ആസ് ഔട്ട്സൈഡർ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞത് ആര്? ആക്ച്വലി ഇറ്റ് ഈസ് അനിത ദേശായി. ഓക്കെ, അതുപോലെ സൽമാൻ റുഷ്ദിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹം യൂസ് ചെയ്യുന്ന ടെക്നീക്ക് ഏതാണ്? മാജിക്കൽ റിയലിസം ആണ്. സോ ഹി ബ്ലെൻഡ്സ് ഫാന്റസി വിത്ത് റിയാലിറ്റി. സോ ഇവിടെ മാജിക്കൽ റിയലിസം എന്നുള്ള ആ ഒരു മൂവ്മെന്റിനെ കുറിച്ച് നമുക്ക് അറിയണം അല്ലെ, അതിന്റെ ഫോറണ്ണേഴ്സ് ആരായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയണം. അതുപോലെ തന്നെ സൽമാൻ റുഷ്ദിയുടെ മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് നമുക്ക് അറിയണം. അനിത ദേശായി ആണെങ്കിലും അതുപോലെ തന്നെയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ വർക്ക്സ് ഏതൊക്കെ, ഓക്കെ, അവരുടെ ഐഡന്റിറ്റി എന്താണ്, അവരുടെ പെർസ്പെക്റ്റീവ് ഓൺ ഇന്ത്യ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ 10 ഹോട്ട് ടോപ്പിക്സ് ആണ് HSST ഇംഗ്ലീഷിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ. ഓക്കെ, സോ ഈ 10 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഒരു HSST ഇംഗ്ലീഷ് എക്സാം ഉദ്യോഗാർത്ഥി നിർബന്ധമായിട്ടും നോക്കി പോവേണ്ടത്. കാരണം കഴിഞ്ഞ എക്സാമിന് ഏറ്റവും കൂടുതൽ ഫോക്കസ് വന്നിരിക്കുന്നത് ഈ ഭാഗങ്ങളിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഏതാനും എക്സാം സ്ട്രാറ്റജി ടിപ്സ് കൂടി നോക്കിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സോ ഈ 10 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഓരോരുത്തരും HSST എക്സാം എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്ന ഓരോരുത്തരും നോക്കി പോകേണ്ടതായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രയോറിറ്റി കൂടിയ ടോപ്പിക്സ് ആണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഏതാനും എക്സാം സ്ട്രാറ്റജി ടിപ്സ് കൂടെ നോക്കാം. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫോക്കസ് ഓൺ കോഡ്സ്. ഓക്കെ, അപ്പൊ കോഡ്സ് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വി നീഡ് ടു മെമ്മറൈസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ലൈൻസ് ഓഫ് മേജർ പോംസ്. ഓക്കെ, അപ്പൊ നമുക്ക് സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുള്ള പോംസിന്റെ ഓപ്പണിംഗ് ലൈൻസ് ഏതാണ്, ക്ലോസിംഗ് ലൈൻസ് ഏതാണ് എന്നുള്ള ഒരു ഐഡിയ നിർബന്ധമായിട്ടും നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഏകദേശം വായിച്ച് തീരാനായിട്ട് ഒറ്റ വായനയിൽ വായിച്ച് തീരാനായിട്ട് സാധിക്കുന്ന പോംസ് ഒക്കെയും നിർബന്ധമായിട്ടും 3 മുതൽ 5 തവണയെങ്കിലും ഇരുന്ന് ഒറ്റ സ്ട്രെച്ചിൽ വായിക്കുകയാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് എൻ ഐഡിയ എവിടേക്കാണ് ഏതൊക്കെ ലൈൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യ വായനയിലോ രണ്ടാമത്തെ വായനയിലോ നമുക്ക് അതിലെ ലൈൻസ് ഓർമ്മിക്കാനായിട്ട് സാധിച്ചോളണം എന്നില്ല. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ ലൈന് ഈ ഫോമിൽ ഉള്ളതാണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, സോ റിപ്പീറ്റഡ് ആയിട്ട് പോംസ് വായിക്കുക എന്നുള്ളത് മോർ ദാൻ ഗോയിങ് ഫോർ അനാലിസിസ് ആൻഡ് ക്ലാസ്സസ് റിലേറ്റഡ് ടു ദ ഓവറോൾ സമ്മറി ഓഫ് ദ പോം, നമ്മൾ ആ ടെക്സ്റ്റ് നിർബന്ധമായിട്ടും വീണ്ടും വീണ്ടും വായിക്കണം. ഓക്കെ, അതുപോലെ അടുത്തതായിട്ട് വരുന്നത് ക്യാരക്ടർ അസോസിയേഷൻസ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറുടെ നെയിം തന്നിട്ട് അത് ഏതിലാണ് വരുന്നത് എന്നുള്ള രീതിക്ക് ചോദ്യം വരാം. അത് മൈനർ ക്യാരക്ടേഴ്സ് ആണ് കൂടുതലായിട്ട് തരാറുള്ളത്. ഒരിക്കലും മേജർ ക്യാരക്ടേഴ്സിന്റെ പേര് തന്നിട്ട് ഇത് ഏത് നോവലിലാണ് വരുന്നത് എന്നുള്ളത് ചിലപ്പം ചോദിക്കാറില്ല. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വൈൽ വി റീഡ് ദ ടെക്സ്റ്റ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി നീഡ് ടു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. നമുക്കറിയാം എക്സാം നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഇനിയും ഒത്തിരി സമയമുണ്ട്. എക്സാം നടക്കാനായിട്ട് എന്തായാലും നമുക്ക് അത്യാവശ്യം സമയമെടുക്കും. ഓക്കെ, അപ്പം പ്രിപ്പറേഷൻ മുന്നേ തന്നെ തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കാനായിട്ടുള്ള സമയം കിട്ടും. ഓക്കെ, അപ്പം ഓരോ ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്തും അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഒന്ന് ജോട്ട് ഡൗൺ ചെയ്തിടുക. എന്നിട്ട് അത് എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്, അവരുടെ ട്രെയ്റ്റ്സ് എന്താന്നുള്ളത്, അവരുടെ ഡിഫൈനിങ് ട്രെയ്റ്റ്സ് എന്താന്നുള്ളത് ഒന്ന് ലിങ്ക് ചെയ്ത് വെക്കുക. സോ ദാറ്റ് ഐ വിൽ ബി ഏബിൾ ടു ഈസിലി ഐഡന്റിഫൈ ദ ക്യാരക്ടർ and the book in which it is there, okay, or the work in which it is there. അപ്പൊ ക്യാരക്ടർ അസോസിയേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ വി നീഡ് ടു നോ ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. ഓക്കെ, അത് ഒരു പോം ആണെങ്കിലും ഒരു നോവൽ ആണെങ്കിലും നമുക്ക് അതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്താണ് എന്നുള്ളത് നിർബന്ധമായിട്ടും അറിയണം. സോ വി നീഡ് ടു കണക്ട് വർക്ക്സ് ടു ദെയർ ടൈം പീരിയഡ്സ്. ഓക്കെ, ഒരു വർക്ക് പഠിക്കുന്ന സമയത്ത് അത് ഏത് ടൈം പീരിയഡിലുള്ളതാണ് എന്നുള്ളത് ലിങ്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി സിമ്പിൾ ടു നോ ഏത് കാലഘട്ടത്തിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്, അത് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതാണ്, അതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ത് എന്നുള്ള കാര്യം നമുക്ക് അവിടെ അറിയാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദ ക്രിട്ടിക്കൽ ടേംസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മാസ്റ്റർ ഡെഫിനിഷൻസ് ഓഫ് ലിറ്റററി ഡിവൈസസ് ആൻഡ് മൂവ്മെന്റ്സ്. നമുക്കത് ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ് വി നീഡ് ടു നോ ദാറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞതായത് കൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക്
ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മൂവ്മെന്റ്സ് അല്ലെ, ലിറ്റററി മൂവ്മെന്റ്സ് ഏതൊക്കെയാണ് വരുന്നത്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും അല്ലെ. ക്ലാസിസം, ന്യൂ ക്ലാസിസം, മാജിക്കൽ റിയലിസം പോലെയുള്ള മൂവ്മെന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ കമ്പാരിറ്റീവ് അനാലിസിസ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. അതായത് ഒരു വർക്കും അതിന്റെ ഓതറും എടുക്കുന്ന സമയത്ത് അവ തമ്മിലുള്ള ലൈക്ക് കണക്ഷൻ, അതുപോലെ ഒരു 5-6 വർക്ക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അതിന്റെ ഓതേഴ്സും ഉണ്ട്. അപ്പൊ നമുക്കത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയാൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, ലൈക്ക് കമ്പയർ ചെയ്യുക, ഈ ഒരു ഓതറും ഈ ഒരു വർക്കും ഏത് കാലഘട്ടത്തിലുള്ളതാണ്, അതേ കാലഘട്ടത്തിൽ വരുന്ന മറ്റ് ഓതേഴ്സ് ഏതൊക്കെയാണ്, അവരുടെ വർക്ക്സ് ഏതൊക്കെയാണ്, ഇങ്ങനെ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് നടത്താൻ സാധിച്ചാൽ നമുക്കത് മെമ്മറിയിൽ റിട്ടൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്, റിട്ടൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ chronological order is also important. Okay, so it is important to practice arranging works or authors by date. Okay, എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ് അല്ലെ. ഒരു പെർട്ടിക്കുലർ വർക്ക് ഏത് ഇയർ ആണ് പബ്ലിഷ് ചെയ്തത് അല്ലെ, ഏത് ഇയർ ആണ് എഴുതപ്പെട്ടത്. അപ്പം നമുക്ക് പഠിക്കാനായിട്ടുള്ള വർക്ക്സ് ക്രൊണോളജിക്കലി ഓർഡർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, വർക്ക്സും അത് പബ്ലിഷ് ചെയ്ത ഡേറ്റും ഓതേഴ്സും അവരുടെ ആ ഒരു ലൈക്ക് ജീവിത കാലഘട്ടവും അങ്ങനെ ക്രൊണോളജിക്കലി നമ്മളത് ഓർഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ക്രൊണോളജിക്കൽ ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്കത് എളുപ്പത്തിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് ഓതർ വർക്ക് മാച്ചിങ് ആണ്. ഉറപ്പായിട്ടും നമ്മുടെ HSST പോലെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന എക്സാംസിൽ വളരെയധികം ചോദിച്ചിട്ടുള്ള ലൈക്ക് ഭാഗമാണ് ഈ ഓതർ വർക്ക് മാച്ചിങ് എന്ന് പറയുന്നത്. സോ ഓതേഴ്സും അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സും നമ്മൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അറിഞ്ഞു വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, അതുപോലെ സിംബോളിക് ഇന്റർപ്രിട്ടേഷൻസ് വരും അല്ലെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ലയൻസ് അല്ലെ, ലയൻസ് ഇൻ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, അത് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്, അങ്ങനെ അത്തരത്തിലുള്ള മേജർ സിമ്പിൾസ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ക്രിട്ടിക്കൽ ക്വട്ടേഷൻസ്. ഓക്കെ, അപ്പം ലൈക്ക് ഒരു ഫോർ എക്സാമ്പിൾ WB യേറ്റ്സ് മറ്റൊരു ഓതറിനെ കുറിച്ച് പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള കമന്റ് തന്നിട്ട് ഇത് ആരാണ് പറഞ്ഞത്, ഈ ക്രിട്ടിക്കൽ റിമാർക്ക് ആരാണ് പറഞ്ഞത് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ എന്നുള്ള രീതിക്കുള്ള നിരവധി ചോദ്യങ്ങൾ വരാറുണ്ട്. അത് റാങ്ക് മേക്കിംഗ് ആയിട്ട് മാറാറുമുണ്ട്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെമ്മറൈസ് ഹൂ സെഡ് വാട്ട് അബൌട്ട് ലിറ്ററേച്ചർ ആൻഡ് ഹൂ സെഡ് വാട്ട് അബൌട്ട് അതർ കീ പേഴ്സൺ ഇൻ ലിറ്ററേച്ചർ. ഓക്കെ, അതുപോലെ നമുക്കറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് മൂവ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്. സോ വി നീഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റൊമാൻറ്റിക്, വിക്ടോറിയൻ, മോഡേൺ, പോസ്റ്റ് മോഡേൺ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ലിറ്ററേച്ചറിൽ ലൈക്ക് ഡിവിഷൻസ് വരുന്നുണ്ട് അല്ലെ, പല ഡിവിഷൻസ് വരുന്നുണ്ട്, isn't it? റൊമാൻറ്റിക് ഏജ് വരുന്നുണ്ട്, വിക്ടോറിയൻ ഏജ് ഉണ്ട്, മോഡേൺ ഏജ് ഉണ്ട്, പോസ്റ്റ് മോഡേൺ ഏജ് ഉണ്ട്. അപ്പൊ നമുക്ക് അറിയണം ഇതിൽ ഓരോ ഏജിന്റെയും ഫീച്ചേഴ്സ് എന്തൊക്കെ, അതിൽ വരുന്ന ഓതേഴ്സ് ഏതൊക്കെ, ഓതേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെ, ഒരു ഇറയെ മറ്റൊരു ഇറയുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് HSST ഇംഗ്ലീഷിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിക്ക് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഈ 10 ഹോട്ട് ടോപ്പിക്സും നിങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്യണം വെൻ യു പ്രിപ്പയർ ഫോർ HSST ഇംഗ്ലീഷ് എന്നുള്ളതും ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. So if you are having any doubts regarding any of the things that we discussed today, feel free to ask me. Okay, so thank you so much for your patient listening. Happy learning.